ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാനിവിടെ മൈക്രോവേവിൽ നേന്ത്രപ്പഴം എങ്ങനെ പുഴുങ്ങിയെടുക്കുക എന്നാണ് കാണിക്കാൻ പോകുന്നത്. നമ്മൾ സാധാരണ ഇഡലിത്തട്ടിൽ വെച്ച് ആവിയിലല്ലേ പുഴുങ്ങിയെടുക്കാറുള്ളത്. ഇതിപ്പോൾ വളരെ എളുപ്പത്തിൽ, അതായത് 3 മിനിറ്റ് കൊണ്ട് നേന്ത്രപ്പഴം പുഴുങ്ങിയെടുക്കാൻ പറ്റും കേട്ടോ. ഞാനിവിടെ 2 നേന്ത്രപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ 2 പഴത്തിൻ്റെയും മുകൾ ഭാഗവും താഴ്ഭാഗവും കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഒന്ന് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഷീറ്റിലും മറ്റേത് ഒരു ടിഷ്യൂ പേപ്പറിലും കവർ ചെയ്താണ് ഞാനിത് പുഴുങ്ങാൻ പോകുന്നത്. ഇതാണ് ഷ്രിങ്ക് റാപ്പർ. ഇങ്ങനെ ഇത് റോളായിട്ടാണ് വാങ്ങിക്കാൻ കിട്ടുന്നത്. ഇത് ഈക്കോ ഫ്രണ്ട്ലി ആണ്. മൈക്രോവേവിനുള്ളിൽ വെക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. ഇത് ചൂട് താങ്ങുന്ന പ്ലാസ്റ്റിക് ഷീറ്റാണ് കേട്ടോ. ഇതിങ്ങനെ എടുത്തിട്ട് പഴം ഇതിനുള്ളിൽ വെച്ച് ഒന്ന് ചുറ്റിയെടുക്കുക, അത്രേ ഉള്ളൂ. ഇനി നമുക്കിത് ഒരു സിസർ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കവർ ചെയ്തെടുക്കണം. ഒരു പഴം ഞാൻ ടിഷ്യൂ പേപ്പർ കൊണ്ട് കവർ ചെയ്യാൻ പോവാണ്. ടിഷ്യൂ പേപ്പർ നല്ല കട്ടിയുള്ളതും വരുന്നുണ്ട്, കട്ടി കുറഞ്ഞതും വരുന്നുണ്ട്. ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒരല്പം വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കണം. ഇപ്പോൾ ഇത് 2 റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മൈക്രോവേവിനുള്ളിൽ വെച്ച് പുഴുങ്ങിയെടുക്കാം. ഇതുപോലെ മൈക്രോവേവിനുള്ളിലേക്ക് പഴം വെച്ചിട്ട് ഇതിപ്പോൾ 100 ഡിഗ്രി ടെമ്പറേച്ചറിൽ 3 മിനിറ്റത്തേക്ക് നമ്മൾ ടൈം സെറ്റ് ചെയ്തിട്ട് അത് ഓൺ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കത് തുറന്ന് നോക്കാം. പഴം പാകത്തിന് ബോയിലായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നേന്ത്രപ്പഴമൊക്കെ നന്നായിട്ട് ബോയിലായിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ചൂടാണ് കേട്ടോ. കണ്ടില്ലേ, ഇതിൻ്റെ കളർ കാണുമ്പോഴേ അറിയാം നന്നായിട്ട് ഇത് ബോയിലായിട്ടുണ്ടെന്ന്. ഇനി നമുക്ക് അതിൻ്റെ പേപ്പറും കവറും ഒക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ തോലൊക്കെ ഒന്ന് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പഴം പുഴുങ്ങണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ എളുപ്പത്തിൽ പുഴുങ്ങിയെടുക്കാൻ പറ്റും കേട്ടോ. പ്ലാസ്റ്റിക് ഷീറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിലും അതിനകത്ത് കവർ ചെയ്ത് ഇതുപോലെ പുഴുങ്ങിയെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ സമയമൊക്കെ ആയെങ്കിൽ പോലും വേഗം ഇതുപോലെ പഴം ബോയിൽ ചെയ്തെടുത്തിട്ട് കഴിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ കൊടുത്തയക്കാനോ ഒക്കെ പറ്റും. നേന്ത്രപ്പഴം എന്ന് പറയുന്നത് നല്ല പോഷകമൂല്യമുള്ള ഒരു പഴമാണ്. അപ്പോൾ അത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ മറക്കണ്ട. കണ്ടില്ലേ, നമ്മുടെ നേന്ത്രപ്പഴം എത്ര നന്നായിട്ടാണ് ബോയിലായിരിക്കുന്നത്. അപ്പം മൈക്രോവേവ് വീട്ടിലുള്ളവരൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.